നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന, നിങ്ങൾ പഠിച്ച പഴയ പള്ളിക്കൂടങ്ങൾ, UDF സർക്കാർ അടച്ചുപൂട്ടാൻ വെച്ചിരുന്ന അടച്ചുപൂട്ടിയ പള്ളിക്കൂടങ്ങൾ എങ്ങനെയാണ് സിക്കയുടെ കാലത്ത്, എങ്ങനെയാണ് സഖാവ് വീശുവൻകുട്ടിയുടെയും പിണറായി വിജയന്റെയും കാലത്ത് ഹൈടെക്കായി മാറിയത്? ഒരു മാന്ത്രികതയുമില്ല. ഞങ്ങൾ പണം കണ്ടെത്തി. എങ്ങനെയാണ് കേരളത്തിന്റെ വികസന വേഗമുണ്ടാക്കുക? ഒരു കാലത്ത് എന്താണ് പ്രശ്നം? നമുക്ക് നമ്മുടെ കയ്യിലെ പരിമിതമായ വിഭവങ്ങൾ, പണം മാത്രം ഉപയോഗിച്ച് നമുക്ക് വികസനം പോയാൽ ഒച്ചിലിഴയുന്ന വേഗതയിൽ പോകാം. ആ വേഗത പോരാ, വേഗത കൂട്ടണം. അതിനധിക പണം വേണം. എവിടെ നിന്ന് പണം? അതിനാണ് കിഫ്ബി. പണ്ട് നമ്മൾ പറയാറ് ഇലക്ഷൻ കമ്മീഷൻ പണ്ടേ ഉണ്ട്, ഇവിടെ പണ്ടേ ഉണ്ട്. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടെന്ന് നാലാൾ അറിഞ്ഞത് ആരോ കിഫ്ബി ഇവിടെ പണ്ടേ ഉണ്ടെന്നേ. പക്ഷെ അങ്ങനെ ഒരു ഏർപ്പാടുണ്ടെന്നും അതിനിങ്ങനെ ഒരു സാധ്യതയുണ്ടെന്നും നാലാൾ അറിഞ്ഞത് ആര് വന്നപ്പോൾ? പിണറായി വിജയനും തോമസ് ഐസക്കും വന്നപ്പോൾ. തോമസ് ഐസക് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു 2016 മുതൽ 2021 വരെയുള്ള കാലം. സഖാവ് തോമസ് ഐസക് ധനകാര്യമന്ത്രി, സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്താ ഞങ്ങളുടെ ചിന്ത? തമ്മിലടിയ. എന്താ ഞങ്ങളുടെ ചിന്ത? മുഖ്യമന്ത്രി ഖജനയ്ക്കുള്ള വടംവലിയ. എന്താ ഞങ്ങളുടെ പ്രശ്നം? മന്ത്രിമാർ തമ്മിലുള്ള അടിയോ? അല്ലേ അല്ല. മുന്നണിക്കുള്ളിലുള്ള അടിയോ? ഇല്ലേ ഇല്ല. ദേവിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരായ നേതാക്കൾ, CPI-യുടെ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ, NCP-യുടെ, ജനതാദളിന്റെ നേതാക്കൾ ഇതായിരിക്കുന്നു. ഒരു മനസ്സ്, ഒരൊറ്റ ലക്ഷ്യം. എന്താ ലക്ഷ്യം? നവകേരള നിർമ്മിതി. ഞങ്ങളെ ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വവും പേറി എങ്ങനെയാണ് ഈ വരുന്ന ഒരു വർഷക്കാലത്തിനിടയിൽ, 15 വർഷക്കാലത്തിനിടയിൽ ഈ ഉത്തരവാദിത്വം ഉപയോഗിച്ച് എങ്ങനെയാണ് ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ കഴിയുക, വികസന വേഗം ഉണ്ടാക്കാൻ കഴിയുക? അങ്ങനെയുള്ള ചിന്തയിലാണ് കിഫ്ബിയെ പൊടി തട്ടിയെടുത്തത്. കിഫ്ബി വഴി പണം ഉണ്ടാക്കി. നിങ്ങൾ നോക്കൂ, അധിക പണം ഉണ്ടാക്കിയപ്പോൾ ഈ സതീശൻ കേരള നിയമസഭയിൽ പറഞ്ഞത് കിഫ്ബി നടക്കാൻ പോകുന്നില്ല, ഇത് ആകാശ കുസുമം എന്നാണ്, ആകാശത്തെ പൂവാണ്, നടക്കൂല. നടത്തിയില്ലേ? കോടിക്കണക്കിന് രൂപ അധികമായി സമാഹരിച്ചു. സാധാരണക്കാരായ മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ടി ചെലവഴിച്ചു. എന്തിനാണ് ഞങ്ങൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയത്? എന്തിനാണ് ഈ പണം? എന്തിനാണ് ഞങ്ങൾ ഈ പണം കണ്ടെത്തി? എന്തിനാണ് ഇത് ചെയ്തത്? നിങ്ങൾ അറിയണം, സാധാരണക്കാരായ മനുഷ്യന്റെ ജീവിതത്തെ കൈപിടിച്ചുയർത്താനാണ്. ജീവിതത്തെ കൈപിടിച്ചുയർത്താൻ ഞങ്ങൾ ഡൽഹിയിലെ MP-മാർ കേരളത്തോടുള്ള BJP സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിക്കാനും നിവേദനവുമായെല്ലാം ചെന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ നിവേദനമെല്ലാം വാങ്ങി വെച്ച് നിർമ്മലാ സീതാരാമൻ സാധാരണഗതിയിൽ നല്ല കോഫി തരും. കോഫി എന്നിട്ട് നല്ലൊരു ചിരിയും തന്നു തിരിച്ചേ ഒന്നും തരില്ല കേരളത്തിൽ. അങ്ങനെ ഒരു സംഭാഷണ മധ്യേ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ധനകാര്യ വകുപ്പിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് സംസാരിച്ചു. എപ്പോഴും മന്ത്രി പറയുന്നത് ഇത് തന്നെയാണ്. എന്താ പ്രശ്നം? നിങ്ങൾ എന്തിനാണ് കിഫ്ബി വഴി ഈ പണമെല്ലാം എടുത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഇത് ധൂർത്തല്ലേ? എന്നോട് ചോദിച്ചതാണ്. എന്താ ധൂർത്ത്? എത്ര കോടി രൂപയ്ക്കാണ് നിങ്ങൾ പള്ളിക്കൂടം കെട്ടുന്നത്? എത്ര കോടി രൂപയ്ക്കാണ് നിങ്ങൾ ആശുപത്രികൾ ഉണ്ടാക്കുന്നത്? എത്ര കോടിക്കണക്കിന് രൂപയാണ് എടുത്തിട്ട് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്? എന്നിട്ട് നിങ്ങൾ ഞങ്ങളെടുത്ത് വരുന്നു, ഇത് ചെയ്യണം, അത് ചെയ്യണം. എന്തിനിത് ചെയ്യുന്നു? ഏതാണ് അവർ ചോദിക്കുന്നത്? ഞങ്ങൾക്ക് അതിനൊരു ഉത്തരവുണ്ട്. എന്തെന്നറിയോ? അത് ധൂർത്തല്ല, അത് പ്രൊഡക്റ്റീവാണ്, അത് ഉത്പാദനകരമാണ്. എങ്ങനെ? സാധാരണക്കാരായ മനുഷ്യന്റെ ജീവിതത്തെ കൈപിടിച്ചുയർത്തലാണ്. നിങ്ങൾ നോക്കൂ, ഞാനൊരു ഉദാഹരണം പറയാം. ഒരു സ്ത്രീകളിൽ ചോദ്യം അങ്ങോട്ട് ചോദിച്ചത് ലൈഫ് ലൈൻ ഇല്ല, അങ്ങോട്ട് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ചോദ്യമാണ്. പ്രസവത്തിന് ഇപ്പോൾ എത്രയാ ചിലവ്? പ്രസവത്തിന് ഇപ്പോൾ എത്രയാ ചിലവ്? ചോദ്യം സിസേറിയൻ എത്രയാ? സിസേറിയനാണ്. ഞാൻ തരാം, പറയാം എത്രയാ? ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ ഒരു സിസേറിയൻ കേസിന് എത്ര രൂപയാകും? 1,00,000 രൂപ. ചിലയിടത്ത് 1.5. ചിലപ്പോൾ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വീണ്ടും കൂടും. അത് കുറേ ദിവസം കിടക്കുകയാണെങ്കിൽ. സാധാ പ്രസവം, സുഖപ്രസവം എന്നൊരു പ്രസവം, അങ്ങനൊരു പ്രസവം ഇല്ല. സുഖപ്രസവം എന്നറിയപ്പെടുന്ന പ്രസവം, ഇല്ലാത്ത പ്രസവം എത്ര രൂപ? അവിടെ പറഞ്ഞു 50 രൂപ, 50,000 ഇല്ലേ? സർക്കാർ ആശുപത്രിയിൽ എത്ര പൈസ? സിസേറിയൻ എത്രയാ? 0.
സുഖപ്രസവത്തിന് എത്രയാ? 0.